വീണ്ടും നമ്മൾ തിരിക്കുകയാണ്. അപ്പോ അടുത്ത മത്സരമായിട്ട് വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ഡേ ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഏതൊക്കെയായിരുന്നു മത്സരങ്ങൾ? അപ്പോ ഫസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ബിയുടെ മത്സരമായിരുന്നു നടന്നത്. അതിൽ വന്ന ടീംസ് കാനഡ വേഴ്സസ് ബോസ്നിയ. പിന്നെ ഗ്രൂപ്പ് ഡി വന്നിട്ട് USA ആൻഡ് പരഗ്വേ. ഇവരുടെ മത്സരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ടോട്ടൽ ബോസ്നിയയുടെയും കാനഡയുടെയും മത്സരം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. നോട്ട് ബാഡ്. ബോസ്നിയയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം അത്ര ലോകകപ്പിലേക്ക് പിന്നെ ഒരു കംബാക്ക് ചെയ്യുന്നത്. ആ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പിന്നെ കാനഡയുടെ മണ്ണിലായിരുന്നു കളിയെങ്കിലും കാനഡ തോൽക്കേണ്ടി വന്നിട്ടില്ല, ഒരു സമനിലയിൽ പിടിച്ചു നിന്നിട്ടില്ല. നല്ല ഡിഫൻസ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ബോസ്നിയയുടെ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ അവര് ചെയ്തിട്ടുണ്ട്. ഒരു ഗോളിന്റെ ഒരു പ്രത്യേകത, അതായത് കോർണറൊക്കെ അടിച്ച് പിന്നെ അതൊരു ഗോളിലേക്ക് മാറുകയായിരുന്നു. ബോസ്നിയയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നത്. കാനഡ അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ഗെയിം ആയിരുന്നു ഇന്നലെ നമുക്ക് കിട്ടിയത്. അപ്പോ ഫസ്റ്റ് ഗോള് ബോസ്നിയ അടിക്കുന്നത് ജോവോ ലൂക്കിച്ചി എന്ന് പറയുന്ന പ്ലെയർ ആണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. 21ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ അടിക്കുന്നത്. അത് അടിക്കാൻ കാരണം അത് കോർണർ കിക്കിലൂടെ പിന്നെ ഹെഡ് അടിക്കായിരുന്നു ചെയ്തിട്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ആ ഒരു ഗോളിന്. സീഡ് കൊലാസിനാക്ക് എന്ന് പറയുന്ന ഒരു പ്ലെയർ അത് കോർണർ അടിച്ച് പിന്നെ അവിടെ നിന്നാണ് അത് ഹെഡ് അടിച്ച് ഫസ്റ്റ് ഗോൾ ആകുന്നത്. ഈ സീഡ് കൊലാസിനാക്ക് എന്ന് പറയുന്നത് ബോസ്നിയയുടെ ക്യാപ്റ്റൻ കൂടിയാണ്. ഒരു ഹെഡ് ലീഡ് ചെയ്യാൻ സഹായിച്ചത് നമ്മുടെ ബോസ്നിയയുടെ ക്യാപ്റ്റൻ കൂടി എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. പിന്നെ അടുത്ത ഗോൾ വരുന്നത് നമ്മുടെ കാനഡയുടെ 79ാമത്തെ മിനിറ്റിൽ ലാറിന്റെ ഒരു ഗോളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്ന ഒരാളാണ്. താനി എന്ന് പറയുന്ന പ്ലെയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആണ് വരുന്നത്. 76ാം മിനിറ്റിൽ വന്ന് 2 മിനിറ്റിനുള്ളിൽ ആള് ഗോൾ അടിക്കുകയും ചെയ്തു ലാരൻ. ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ആ ഒരു ഗോളിന്. അങ്ങനെ അപ്പൊ ആ മാച്ച് സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് പറയേണ്ടത് ഗ്രൂപ്പ് ഡിയുടെ മാച്ച് ആയിരുന്നു, USA വേഴ്സസ് പരഗ്വേ. നല്ലൊരു രണ്ടും നല്ല കിടിലൻ ടീമാണ്. USA ആയാലും പരഗ്വേ ആയാലും നല്ലൊരു അടിപൊളി ടീമാണ്. അവരുടെ നല്ല രീതിക്ക് ഒരു ലീഡ് പോയ ഒരു മാച്ച് തന്നെയായിരുന്നു. 4-1 ആ മത്സരം അവസാനിക്കുന്നത്. 4 ഗോളാണ് USA ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഈ വർഷത്തെ ചരിത്രത്തിലെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ഒരു ടീം കൂടിയാണ് USA. 4-1 അവർ കളി അവസാനിപ്പിക്കുന്നത്. 2 ദിവസമായപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും ദിവസത്തെ കളി കണ്ടതിൽ ഒന്ന് ആരാധകരൊന്ന് പിടിച്ചിരുത്തിയ അല്ലെങ്കിൽ ഒന്ന് ഓക്കെ ഇവർ പൊട്ടൻഷ്യൽ എടുത്ത് തുടങ്ങി എന്ന് തോന്നിയ ഒരു കളിയും കൂടിയായിരുന്നു USA ബെസ്റ്റ് മാച്ച് എന്ന് തന്നെ പറയാല്ലേ. അത് 4 ഗോളാണ് അടിച്ചേക്കുന്നത് ഒരൊറ്റ ഓപ്പണിങ്ങിലൂടെ. ഫസ്റ്റ് ഗോള് ഇനിയിപ്പോ ഗോളിന്റെ ഇത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് 7th മിനിറ്റിലാണ്, 7ാമത്തെ മിനിറ്റിലാണ് USA ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. പുൽസിച്ച് പരാഗോൻ എന്ന് പറയുന്ന പ്ലെയർ ആണ് USAക്ക് വേണ്ടി ആ ഫസ്റ്റ് ഗോൾ നേടിക്കൊടുക്കുന്നത്. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് ഫോർലിൻ ബിലോഗ് എന്ന് പറയുന്ന ഒരു പ്ലെയർ. അതിൽ 2 ഗോളാണ് USA വേണ്ടി അടിച്ചിരിക്കുന്നത്. ഇരട്ട ഗോളായിരുന്നു. അപ്പൊ തന്നെ 3 ഗോളായില്ലേ? അതെ. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ മാച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, സെൽഫ് ഗോള്. വേൾഡ് കപ്പിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. പരാഗ്വേയുടെ വക ഒരു സെൽഫ് ഗോള് നമ്മുടെ USAക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതും സെക്കൻഡ് ഹാഫിലായിരുന്നു. സെക്കൻഡ് ഹാഫിലെ 7th മിനിറ്റിലായിരുന്നു പരാഗ്വേയുടെ ഒരു ഇതായിട്ട് USAക്ക് ഒരു ഗോള് നേടിക്കൊടുക്കുന്നത്. പക്ഷെ ഓൾറെഡി USA 3 ഗോൾ എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ പരാഗ്വേക്ക് പിടിച്ചു നിൽക്കാൻ വേറെ വഴികളൊന്നും ഇല്ലാതെ ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ സെൽഫ് ഗോളും കൂടി അടിക്കുന്നത്. അപ്പൊ പരാഗ്വേ ഫാൻസ് ഒന്നാമത് നല്ലോണം നിരാശപ്പെട്ടിട്ടുണ്ടാവണം ആ സമയത്ത്. അതെ. പിന്നെ അവരൊരു ഗോൾ അടിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ തന്നെ. 73ാമത്തെ മിനിറ്റില് മൗറീഷ്യോ എന്ന് പറയുന്ന പ്ലെയർ പരാഗ്വേക്ക് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ആ സ്കോർ 4-1 എന്നുള്ള നിലയിൽ പറയുന്നത്. അപ്പൊ ഈ പരാഗ്വേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വമ്പൻ ടീമായിട്ടുള്ള അർജന്റീനയും ബ്രസീലിനെയും തോൽപ്പിച്ചിട്ടുള്ള ഒരു ടീമായിരുന്നു പരാഗ്വേ. അപ്പൊ അവർക്കാണ് ഒരു പരാജയം ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താവും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പം നെക്സ്റ്റ് മാച്ചസിൽ പരാഗ്വേ വീണ്ടും തിരിച്ചു വരുമോ, എന്താണ് ഇനി സംഭവിക്കാൻ പോണത്, നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ കാത്തിരിക്കണം. പിന്നെ USA അടുത്ത മാച്ച് വരുന്നത് ജൂൺ 20 ഓസ്ട്രേലിയ ആയിട്ട് USA ഒരു മാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ജൂൺ 26 തുർക്കി ആയിട്ട് ഒരു മാച്ച് ഉണ്ട്. അതാണ് USA അടുത്ത മാച്ചുകൾ വരാതിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് മാച്ച് വരുന്നത് ഖത്തറും സ്വിറ്റ്സർലൻഡ് ആണ്. 12:30 AM. നമ്മുടെ ഇവിടെ 12:30 AM നെക്സ്റ്റ് മാച്ച്. എന്താണ് നാളത്തെ? പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബ്രസീൽ ഫാൻസിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നെയ്മറിന്റെ തിരിച്ചുവരവിനൊക്കെ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ ആണ് നെക്സ്റ്റ് ഗെയിം. 3:30 ഇന്ത്യൻ ടൈം. 3:30 ബ്രസീൽ ആൻഡ് മൊറോക്കോ മാച്ച് വരുന്നത്. ബ്രസീൽ ഫാൻസ് അപ്പോൾ അലേർട്ടായിട്ട് ഇരിക്കുക. പിന്നെ വരുന്നത് ബ്രസീൽ ആൻഡ് മൊറോക്കോ കഴിഞ്ഞാൽ 6:30 വേറൊരു മാച്ച് വരുന്നുണ്ട്, ഹൈറ്റി ആൻഡ് സ്കോട്ട്ലാൻഡ്. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 6:30 വരുന്നത്. അപ്പോൾ നാളെ എന്തുകൊണ്ടും ഒരു നല്ല ഒരു ദിവസം തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതായത് BCD ഗ്രൂപ്പുകളുടെ മാച്ചസ് ആണ് നടക്കുന്നത്. എസ്പെഷ്യലി ബ്രസീൽ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി നാളത്തെ ദിവസത്തിനുണ്ട്.
അപ്പോൾ ബ്രസീൽ ഫാൻസും നെയ്മർ ഫാൻസും എല്ലാം കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു കളി കൂടിയാണ് ഇനി നടക്കാൻ പോകുന്നത്, അതും വേൾഡ് കപ്പിൽ. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നതല്ലേ. അതെ, അപ്പൊ നമുക്ക് നാളെ കാണാം എന്തായിരിക്കും ഇതിന്റെ ഒരു സംഭവിക്കാൻ പോകുന്നതൊക്കെ നാളെ കാണാം. ഓക്കെ, ബൈ.